നമസ്കാരം. കേരള പോലീസ് ഏറ്റവും അധികം പ്രതിയാക്കുന്ന അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി ഏറ്റവും അധികം ഭയപ്പെടുന്ന കേരളത്തിലെ നേതാക്കളിൽ ഒരാളായി മാറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അതിന് പ്രധാന തെളിവ് അദ്ദേഹത്തിനെതിരെ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കേസുകളും അദ്ദേഹത്തെ ജയിലിലേക്ക് തള്ളിവിടാൻ ആഗ്രഹിക്കുന്ന സർക്കാരിൻ്റെ മനോഭാവവും തന്നെയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പോടു കൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ശക്തനായ നേതാവ്, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് കേരളത്തിൽ ഉദയം കൊള്ളുന്നത്. തെരഞ്ഞെടുപ്പിന് ശേഷം പിണറായി വിജയൻ അധികാരത്തിൽ വന്ന ആ നാൾ മുതൽ പിണറായി വിജയനെതിരെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ആ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന കരുത്തനായ നേതാവായി വളരുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. എന്നാൽ കഴിഞ്ഞ മാസമാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന പദവി ഏറ്റെടുക്കുന്നത്. അന്നേ നോട്ടമിട്ടതാണ് പിണറായി വിജയനും കേരള പോലീസും രാഹുൽ മാങ്കൂട്ടത്തിലിനെ. അദ്ദേഹത്തിനെതിരെ കിട്ടാവുന്ന സകലമാന തെളിവുകളും ശേഖരിക്കുകയും അദ്ദേഹത്തെ തളച്ചിടാൻ കഴിയുന്നിടങ്ങളിലൊക്കെ തളച്ചിടുകയും ചെയ്യുക എന്നതാണ് കേരള സർക്കാർ ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്ന നിലപാട് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് എല്ലാവിധ പൂർണ്ണമായ മനസ്സോടുകൂടി എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുകയാണ് പിണറായി വിജയൻ. അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ ആഗ്രഹത്തിനനുസരിച്ചാണ് കേരള പോലീസിൻ്റെ ഓരോ ചരടുവലിയും. കഴിഞ്ഞ 2 ആഴ്ച മുൻപാണ് സെക്രട്ടേറിയറ്റിനു മുമ്പിൽ സമരം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരിൽ ഒരാളായ, അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകിയവരിൽ ഒരാളായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ 4ാം പ്രതിയായി പരിഗണിച്ച് അറസ്റ്റ് ചെയ്യുന്നത്. കേരള പോലീസിനെതിരെയും കേരള പോലീസിൻ്റെ വാഹനങ്ങൾക്കെതിരെയും വാഹനത്തിന് കേടുപാടുകൾ തീർക്കുകയും പോലീസിനെതിരെ കയ്യേറ്റം നടത്തുകയും ചെയ്തു എന്നതിൻ്റെ പേരിലായിരുന്നു അദ്ദേഹം 4ാം പ്രതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. 1ാം പ്രതിയായി വന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. 2ാം പ്രതി ഷാഫി പറമ്പിലാണ്, മുൻ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ഷാഫി പറമ്പിൽ. മറ്റൊരാൾ 3ാം പ്രതിയായി വന്നത് എ വിൻസെൻ്റ് MLA ആണ്. 3 പേരെയും ഒഴിവാക്കിക്കൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് നേരെ തിരിഞ്ഞത് രാഹുലിനോടുള്ള വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് തന്നെയാണ് എന്ന് പറയാം. കാരണം ഈ എക്സാലോജിക്കിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ വിജയനെ പ്രതിക്കൂട്ടിലാക്കുകയും പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യാൻ ശ്രമിച്ച, അല്ലെങ്കിൽ ചർച്ചകളിലൊക്കെ നിരന്തരം പിണറായി വിജയനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ടിരുന്നവരിൽ ഒരാളെന്ന നിലയിലാണ് രാഹുലിനോട് ഇത്രമാത്രം വിരോധം പിണറായി വിജയൻ ഉണ്ടായത് എന്ന് സ്പഷ്ടമാണ്. അദ്ദേഹത്തിനെതിരെ ശക്തമായ തെളിവുകൾ ഹാജരാക്കി 14 ദിവസത്തോളം ജയിൽ ആക്കാനും സർക്കാരിന് കഴിഞ്ഞു, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞു എന്നത് കൃത്യമായ വിവരമാണ്. അതുമാത്രവുമല്ല, അദ്ദേഹം പുറത്താകും, അതായത് അദ്ദേഹത്തെ ജാമ്യം അനുവദിക്കും എന്നറിഞ്ഞപ്പോഴാണ് മറ്റ് 3 കേസുകൾ കൂടി ചേർത്ത് അദ്ദേഹത്തിനെ വീണ്ടും കൊടുക്കാനുള്ള ശ്രമം നടത്തിയത്. എങ്കിലും 4 കേസുകളിലും രാഹുൽ ജാമ്യം കിട്ടി പുറത്തേക്ക് വരികയായിരുന്നു. എന്നാൽ ജാമ്യം കിട്ടി പുറത്തേക്ക് വന്ന അന്ന് രാത്രി തന്നെ വീണ്ടും അടുത്ത കേസുമായിട്ട് പോലീസ് രാഹുലിനെ സമീപിക്കുകയായിരുന്നു ചെയ്തത്. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ വീണ്ടും പോലീസ് കേസ്. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ പൂജപ്പുര ജയിലിന് മുന്നിൽ സ്വീകരണം ഒരുക്കിയതിനായിരുന്നു 12, അതായത് രാഹുൽ മാങ്കൂട്ടം അടക്കമുള്ള 12 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പ്രതിയാക്കി പുതിയ കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ കേസിൽ 2ാം പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. കണ്ടാലറിയാവുന്ന 200 പേർക്കെതിരെയും ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിയമവിരുദ്ധമായി കൂട്ടം ചേർന്നു, ഗതാഗത തടസ്സം സൃഷ്ടിച്ചു, ക്രമസമാധാനം തകർക്കൽ എന്നീ വകുപ്പുകൾ പ്രകാരമാണ് പൂജപ്പുര പോലീസ് വീണ്ടും കേസെടുത്തിരിക്കുന്നത്. സർക്കാർ ഫ്ലക്സുകൾ നശിപ്പിച്ചു, പോലീസ് ആജ്ഞ ലംഘിച്ച് കൂട്ടം ചേർന്നു തുടങ്ങിയ കുറ്റങ്ങളും FIRൽ ഈ രാഹുലിനെതിരെ ആരോപിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് നേമം സജീറാണ് ഈ കേസിലെ 1ാം പ്രതി. ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു കേസായിരുന്നു ഇതെന്ന് സ്പഷ്ടമാണ്. അതിൽ ജില്ലാ പ്രസിഡന്റിനെ കൂടി ചേർത്ത് 1ാം പ്രതിയാക്കി ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇവർ ലക്ഷ്യമിടുന്നത് തീർച്ചയായിട്ടും വരാൻ പോകുന്നത് പൊതു തെരഞ്ഞെടുപ്പാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണ്. അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തനായ ഒരു മത്സരാർത്ഥിയായി ഏത് മണ്ഡലത്തിലും വന്നു കയറാം എന്ന പ്രതീക്ഷ തീർച്ചയായിട്ടും പിണറായി വിജയനും സർക്കാരിനും പോലീസിനും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പായി ഏറ്റവും ശക്തമായ തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് രാഹുലിനെ വീണ്ടും ജയിലിലേക്ക് അയക്കുക, അതുവഴി രാഹുലിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവേശനത്തിന്, അല്ലെങ്കിൽ പാർലമെൻറ്റ് പ്രവേശനത്തിന് തടയിടുക എന്നത് തന്നെയാണ് കേരള പോലീസും കേരള സർക്കാരും
മുഖ്യമായിട്ടും പിണറായി വിജയനും ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാണ്. അതിനായി ഏകദേശം 40-ലധികം കേസുകളാണ് ഇപ്പോൾ രാഹുലിൻ്റെ പേരിൽ ചാർത്തപ്പെട്ടിരിക്കുന്നത്. ഈ കേസുകളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല കേസുകളിലും ഇനിയും വിധി വരാനുണ്ട്. അതുപോലെ തന്നെ പല കേസുകളിലും അദ്ദേഹം ജാമ്യം കെട്ടിയിട്ടുമുണ്ട്. എന്നാൽ ഇനി വരാൻ പോകുന്ന കേസുകൾ അതിസങ്കീർണമായിരിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ കേരള പോലീസിൽ തന്നെ ചില ആളുകൾ പറയുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കുക എന്ന അതുവഴി കേരളത്തിലെ ഏറ്റവും ശക്തനായ ഒരു നേതാവിനെ തടയിടുക എന്ന് തന്നെയാണ് കേരള സർക്കാരും പിണറായി വിജയനും ലക്ഷ്യമിടുന്നത് എന്നത് സ്പഷ്ടമായ കാര്യമാണ്.